ഹായ് ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ നെക്സ്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് വേറെ ഒന്നുമല്ല, നമ്മളുടെ മലമ്പുഴ ഡാമാണ്. പാലക്കാടുള്ള മലമ്പുഴ ഡാം വളരെ പ്രസിദ്ധി ആർജിച്ച ഒരു ഡാം തന്നെയാണ്. സോ എൻ്റെ വീടിനടുത്ത് ഒരു 30 മിനിറ്റ്സ് മാത്രമേ മലമ്പുഴ ഡാമിലേക്ക് ഉള്ളൂ. അപ്പോൾ നമ്മളിന്ന് ഫാമിലി ആയിട്ട് വന്നതാണ്. നമ്മൾ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസ് എല്ലാം നമ്മുടെ ചാനലിലുണ്ട്. അത് പുഷ്പമേലയ്ക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. സോ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുള്ളവർക്ക്. ആൻഡ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ. ടിക്കറ്റ് ഞങ്ങൾ 4 ആളാണ് പോകുന്നത്. 4 ആളും പിന്നെ 2 കുട്ടികളൊക്കെ ആയിരുന്നു, നമ്മുടെ കുട്ടികൾ തന്നെ. സോ 4 ആൾക്ക് 120 രൂപ, അതായത് ഒരു ടിക്കറ്റിന് 30 രൂപയാണ് അവർ ഈടാക്കുന്നത്. സോ ഞങ്ങളങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു. ദേ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ വന്ന സമയത്ത് അധികം തിരക്കൊന്നും ഞങ്ങളവിടെ കണ്ടില്ല. ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്താണെന്നുണ്ടെങ്കിലും ഞങ്ങൾ എൻട്രി ചെയ്യുന്ന ഡോസിലാണെന്നുണ്ടെങ്കിലും അധികം തിരക്കൊന്നും കണ്ടില്ല കേട്ടോ. സോ നമ്മൾ കയറി ചെല്ലുന്നത് തന്നെ വെൽക്കം എന്നുള്ളൊരു ബോർഡ് അവിടെ ഉണ്ട്. അത് അവർ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. സോ എൻ്റെ കൈ ചെറുതായിട്ട് ഇതിൽ പെടുന്നുണ്ട്. സോ ഞാനും മോളും കൂടി ഇങ്ങനെ നടക്കുകയാണ്. ബാക്കിൽ അവരൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ആദ്യം പോയത്, അവിടെ പോയാൽ ഈ ഐസ്ക്രീം, ജ്യൂസ്, അങ്ങനെ ചില്ലായിട്ടുള്ളത് കഴിക്കാനായിരിക്കും നമുക്ക് ഇവിടെ വന്നാൽ ഇഷ്ടം. കാരണം ഇവിടെ നല്ല ചൂടാണ്. സോ ഞാൻ മാംഗോ ഫ്ലേവറാണ്, അവൾ പിസ്ത ഫ്ലേവറാണ് വാങ്ങിച്ചിരിക്കുന്നത്. സോ ഞങ്ങൾ ദേ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കഴിച്ച് കഴിഞ്ഞിട്ടോ, എന്നിട്ടും അതേ കുഞ്ഞ് കഴിച്ച് കഴിഞ്ഞിട്ടില്ല. ഇതൊക്കെയാണ് അവളുടെ കഴിക്കുന്നതിൻ്റെ ഗുണം എന്ന് പറയുന്നത്. ഫുൾ അവിടെ ഇവിടെയൊക്കെ ആക്കും. പിന്നെ ദേ നമ്മളുടെ ഈ ഭാഗത്തെ വെള്ളം നല്ല പച്ചക്കളറായിട്ടുണ്ട്. സോ നല്ല രസമുണ്ടായിരുന്നു, എന്നാലും കാണാനൊക്കെ ആയിട്ട്. ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. സോ ഇതാണ് നമ്മളുടെ മലമ്പുഴ യക്ഷി എന്ന് പറയുന്നത്. 1969 കനായി കുഞ്ഞിരാമൻ എന്നുള്ള ഇന്ത്യൻ ശില്പി നിർമ്മിച്ചതാണ് ഈ ഒരു നഗ്ന പ്രതിമ എന്ന് പറയുന്നത്. സോ കാണാനും അല്ലെങ്കിൽ നല്ല നയന സുഖമുള്ള ഒരു കാഴ്ചയാണ് ഈ ഒരു പ്രതിമയിൽ. അദ്ദേഹം ഇത്രയും എന്താ പറയുക, എക്സ്ട്രീമായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ശില്പമാണ്. അതുപോലെ തന്നെ ശംഖുമുഖത്തെ സാഗരകന്യക എന്ന് പറയുന്ന ഒരു ശില്പവും ഇദ്ദേഹം തന്നെയാണ്. അതുപോലെ 2-3 ശില്പവും അദ്ദേഹം ചെയ്തിട്ടുണ്ട് കേട്ടോ, നമ്മളുടെ കേരളത്തിൽ തന്നെ. ആൻഡ് നമ്മൾ നെക്സ്റ്റ് ബോട്ട് യാത്രയ്ക്ക് പോവുകയാണ്. ബോട്ട് യാത്രയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ പോയതാണ് അച്ഛൻ. സോ നമ്മൾ നല്ല വെള്ളമായിരുന്നു. വെള്ളമൊക്കെ കുറഞ്ഞിട്ടുണ്ട്, ഭയങ്കര കുറഞ്ഞിട്ടുണ്ട്. സോ ഒരു പച്ചപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ നല്ല മരവും ഒക്കെ ഉണ്ടെങ്കിലും പാലക്കാടൻ ചൂടറിയാലോ. ഇപ്പം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിലും ചൂട് നമുക്ക് അനുഭവിക്കാൻ പറ്റും. അതാണ് പാലക്കാട് എന്ന് പറയുന്നത്. സോ നമ്മൾ ബോട്ട് യാത്ര, കുറേ നാളുകൾക്ക് ശേഷം ബോട്ട് യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പോവുകയാണ്. സോ നമ്മളിത് ലൈഫ് ജാക്കറ്റൊക്കെ അവർ തന്നു കേട്ടോ. പിന്നെ ഭയങ്കര എക്സ്പെൻസാണ്, കാരണം ഇതൊരു സീസൺ അല്ലാത്തത് കൊണ്ട് തന്നെ അവർ ഈ 4 ആൾക്ക്, അതായത് ഞാൻ, അച്ഛൻ, എൻ്റെ മോള്, പിന്നെ മോളൊക്കെ ചെറിയ കുട്ടിയാണ്, അണ്ടർ 3 ഏജാണ്. പിന്നെ അമ്മ, എൻ്റെ അനിയത്തിയൊക്കെ ഉണ്ടായിരുന്നു. സോ നമ്മളെല്ലാവരും കൂടിയിട്ട് ബോട്ട് യാത്രയ്ക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു. സോ ടിക്കറ്റ് 550 രൂപയാണ് കേട്ടോ. ഈ 4-5 ആൾക്ക് ടിക്കറ്റ് 550 രൂപയാണ് അവർ ഈടാക്കിയത്. കാരണം സീസൺ അല്ലാത്തത് കൊണ്ടാവാം. പിന്നെ 2 ബോട്ടൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ പോയ ബോട്ടിൻ്റെ പേര് ബത്തേരി എന്നായിരുന്നു കേട്ടോ. നല്ലൊരു യാത്ര തന്നെയായിരുന്നു. കാരണം കുറേ വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു യാത്ര ചെയ്യുക എന്നുള്ളത് ഒരു ഭയങ്കര എന്താ പറയുക, ആ ഒരു ഫീലിംഗ് ഉള്ള ഒരു നൊസ്റ്റാൾജിയ ഒക്കെയുള്ള ഇതായിരുന്നു, ഓർമ്മകളാണ്. കാര്യം ഇന്നിപ്പോൾ എനിക്ക് സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ മോള് കൂടെ ഉണ്ട് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ അല്ലെങ്കിൽ വിത്ത് ഫാമിലിയുടെ കൂടെ വന്നാൽ കൂടെ നമ്മൾ ഇങ്ങനെ ആവില്ലല്ലോ. നമ്മൾക്കൊരു മോൾക്ക് എന്താ പറയുക, അതൊരു എക്സ്പീരിയൻസ് ചെയ്ത് കൊടുക്കുക, ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യം തന്നെയല്ലേ. അപ്പം അവളുടെ മുഖത്തും ഭയങ്കര എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അവൾക്ക് കുറച്ച് പേടിയോടുകൂടിയുള്ള ഒരു സന്തോഷമാണ് കാണുന്നത്. സോ ദേ കുഞ്ഞ് ഇവിടെ നിൽക്കുന്നുണ്ട്. അവനിങ്ങനെ നോക്കുകയാണ് എന്താ ഈ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നോക്കുകയാണ്. ദേ ഇവിടെ നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സോ മലമ്പുഴയിലേക്ക് വരേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ പാലക്കാട് വന്ന് ഇറങ്ങിയിട്ട്
അവിടെ നിന്ന് ബസ്സുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയാൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പാലക്കാട് ടൗണിലേക്ക് വരിക. ടൗണിൽ നിന്ന് ഒരുപാട് ബസ്സുണ്ട് നമ്മളുടെ മലമ്പുഴ ഉദ്യാനത്തിലേക്ക്. സോ ഒരു 18 കിലോമീറ്ററൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം പാലക്കാട് മലമ്പുഴയ്ക്ക് കുറേ അധികം ബസ്സുകൾ നമ്മൾ സർവീസ് നടത്തുന്നുണ്ട്. സോ അവിടെ നിന്ന് കയറിയിട്ട് മലമ്പുഴ എന്ന് പറഞ്ഞാൽ മതി. മലമ്പുഴ ഉദ്യാനത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ കൊണ്ട് നിർത്തി തരുന്നതായിരിക്കും. മാത്രമല്ല ഫുൾ ഗാർഡനും കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിട്ട് ക്ലിയറായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പണ്ടത്തെ ഒരു മലമ്പുഴയൊന്നുമല്ല, നമ്മൾ അന്ന് പോയപ്പം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. പക്ഷെ ഇപ്പം അവർ എക്സ്ട്രീമായിട്ട് നല്ല രീതിയിൽ സൂക്ഷിക്കുന്നുണ്ട്. ചപ്പോ ചവറോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അതിൻ്റേതായിട്ടുള്ള പണിക്കാരും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട്. അവർ അത് ആ ഒരു ഇതോടുകൂടി തന്നെ ടൂറിസം മേഖല ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സൂക്ഷിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാനായിട്ട് പറ്റും നമുക്ക് മലമ്പുഴ ഗാർഡൻ എന്ന് പറയുന്നത്. സോ ഇവിടെ കാണാനായിട്ട് മലമ്പുഴ ഗാർഡൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ സ്നേക്ക് പാർക്ക് ഉണ്ട്. അതുപോലെ തന്നെ അക്വേറിയം ഉണ്ട്. അക്വേറിയം അറിയാലോ, ഫിഷുകളുടെ കുറേ വെറൈറ്റി ഫിഷസ് നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ഈ ബോട്ടിംഗ് ഉണ്ട്. മാത്രമല്ല പിന്നെ റോപ്പ് വേ ഉണ്ട്. റോപ്പ് വേ ഇവിടെ പാലക്കാട് പ്രസിദ്ധമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ആദ്യം വന്നത് പാലക്കാട്, കേരളത്തിൽ ആദ്യം വന്നത് പാലക്കാടാണ് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ചൂട് ഒരു പ്രോബ്ലം തന്നെയാണ്. മറ്റുള്ള ജില്ലകളിൽ നിന്ന് വരുന്നവർക്ക് കുറച്ച് ചൂടുള്ള ടൈമിൽ വരികയാണെന്നുണ്ടെങ്കിൽ അതൊരു ഇത് തന്നെ ആയിരിക്കും. അപ്പോൾ പിന്നെ അതൊക്കെ നോക്കിയിട്ട് വരാം കേട്ടോ. അങ്ങനെയൊക്കെ ഒരു ചൂടൊക്കെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ വരിക. കാണാൻ എന്തായാലും 100% കാര്യങ്ങളുണ്ട് എന്നുള്ളത് ഞാൻ ഗ്യാരണ്ടി നൽകുന്നുണ്ട് കേട്ടോ. ആൻഡ് ദേ ലൈഫ് ജാക്കറ്റൊക്കെ അഴിച്ചിട്ട് ആ ചേട്ടൻ്റെ കയ്യിൽ കൊണ്ട് കൊടുത്തു. അവളുടെ മാത്രമല്ല, അവൾ വെയിറ്റ് ചെയ്യാണ്, എൻ്റെയും കൂടെ കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ ഞാനും എൻ്റെ ലൈഫ് ജാക്കറ്റ് അഴിച്ച് അവളുടെ കൊടുത്തു. അതൊക്കെ അവൾക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ. സോ അവളെ കൊണ്ട് കൊടുത്തു. ചേട്ടനെ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ അവിടെ നിന്ന് വന്നത്. പിന്നെ ഇതൊരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് കേട്ടോ. നമുക്ക് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ആടി കളിച്ച് പോകാനുള്ള ഒരു ബ്രിഡ്ജാണ്. പക്ഷെ അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട് 50-ൽ കൂടുതൽ ആൾക്കാർ ഒരേ സമയം കയറരുത് എന്നുള്ളത്. നമ്മളിത് പഴയതുണ്ടായിരുന്നു, പഴയത് നമ്മൾ അപ്പോഴേ കണ്ടിട്ടുണ്ടാവും. അത് ഏകദേശം അതിൻ്റെ കാര്യം തീരുമാനമായിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഇവർ പുതിയത് കെട്ടിയത്. അല്ലെങ്കിൽ പോവാനും വരാനും അവർ കൺസിഡർ ചെയ്തതായിരിക്കും. ആൻഡ് പുഷ്പമേളയ്ക്ക് ഉണ്ടാക്കിയ ഒരു ട്രെയിനാണ് കേട്ടോ ഇത്. മലമ്പുഴ ടു ഉദഗൈ മണ്ഡലം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. 78597 അങ്ങനെ നല്ലൊരു ട്രെയിൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം എനിക്ക് പോകാനായിട്ട് പറ്റിയില്ല. സോ അവൾ ഭയങ്കര കുസൃതിയും വികൃതിയും ഒക്കെ ആയിരുന്നു. പക്ഷേ അവൾക്കും ട്രെയിനിൽ ഇതുവരെ കയറാത്തതും കാണാത്തതും കൊണ്ട് ഇതൊക്കെ ഒരു ന്യൂ എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു കേട്ടോ. ആൻഡ് ഞങ്ങൾ പാർക്കിൽ വന്നിരിക്കുകയാണ്. പാർക്കും കൂടി ഉണ്ട് കേട്ടോ. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എന്നെങ്കിൽ കൂടെ പാർക്കിലെ കാര്യങ്ങളും സ്ലൈഡർ ആണെങ്കിലും അല്ലെങ്കിൽ ആ തിരിയുന്ന സാധനമാണെങ്കിലും സീസോ ആണെന്നുണ്ടെങ്കിലും പിന്നെ അങ്ങനെ ഇവിടെ പാർക്ക് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. കാരണം ഒരുപാട് പൊട്ടിപ്പൊളിഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ചെണ്ണത്തിൽ മാത്രമേ നമുക്ക് കളിക്കാനായിട്ട് പറ്റുള്ളൂ. സ്ലൈഡറൊന്നും കുഴപ്പമില്ല. പിന്നെ ഇങ്ങനെ 2 പേര് ആടുന്നതും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല കേട്ടോ. നമ്മളിങ്ങനെ മേലിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് നടന്ന് പോകുന്ന സമയത്താണ് ഈ ഒരു സീൻ കണ്ടത്. എനിക്ക് നല്ല ഇഷ്ടമായി. ആൻഡ് ഇതാണ് മലമ്പുഴ മേലെ എന്ന് പറയുന്നത്. വെള്ളം തീരെ കുറവാണ്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും. ഇത്രയല്ല, അവിടെ മിനിമം വാട്ടർ ലെവൽ എഴുതി വെച്ചിട്ടുണ്ട്. സോ അതിനേക്കാളും എത്രയോ താഴെയാണ് നമ്മളുടെ ഇത് നിൽക്കുന്നത്, ഇത്രയും മഴ പെയ്തിട്ട് കൂടെ. സോ ഇതാണ് റോപ്പ് വേ എന്ന് പറഞ്ഞത് കേട്ടോ. 4 അല്ലെങ്കിൽ 3 വേയൊക്കെ ഉണ്ട്. അതിനിടയിൽ നമുക്കിത് കാറ് പണി തന്നിട്ടുണ്ട് കേട്ടോ. കാറ് കേടായി. നമ്മൾ കുറേ നേരം ഒരു 2-3 മണിക്കൂർ നമ്മളവിടെ പോസ്റ്റായിരുന്നു കാറ് കേടായതുകൊണ്ട്. പിന്നെ അവർ മാറ്റി തന്നു കേട്ടോ. അവിടെ ഒരു മെക്കാനിക്കൊക്കെ ഉണ്ടായിരുന്നു. സോ അവർ തന്നെ മാറ്റി തന്നു. അതിനിടയിൽ നമ്മളൊരു പഴംപൊരിയും
ലൈമൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് പോയത് നമ്മൾ സ്നേക്ക് പാർക്കിലേക്കാണ് കേട്ടോ. നമ്മൾ അധികം വീഡിയോ ഒന്നും അവിടെ പോയിട്ട് എടുക്കാനായിട്ട് സാധിച്ചില്ല. ഒരാൾക്ക് ചാർജ് വരുന്നത് 25 രൂപയാണ്. ഏകദേശം ഒരുപാട് സ്നേക്സിനെ കാണാനായിട്ട് പറ്റും കേട്ടോ. ഇങ്ങനത്തെ കുറേ സ്നേക്സ്, എന്താ പറയുക, ഈ ചെറിയ ഓലപ്പാമ്പ് മുതൽ വലിയ മലമ്പാമ്പ് വരെ നമ്മൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും. അതിൻ്റെ ഇടയിൽ നമ്മളുടെ റോക്ക് കിങ്, അതായത് കിങ് കോബ്രയിനെയും കാണാൻ പറ്റും. മാത്രമല്ല അതിൻ്റെ മേളിൽ അത് എന്താണ് പേര് പറയുന്നത്, അതിൻ്റെ ഡിറൈവ്ഡ് നെയിം എന്താണ് കഴിക്കുക, അതിന് എത്ര മീറ്റർ നീളം വയ്ക്കും, അതെപ്പോൾ ഇത് ചെയ്യും, അതായത് ഫ്രീഡ് ചെയ്യും എന്നുള്ളതൊക്കെ അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലൊരു എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും പാമ്പിനെ കുറിച്ചിട്ട്. ഇനി അവിടെ ഉള്ള പാമ്പിനെ എല്ലാതിനെ കുറിച്ചിട്ടും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല അവിടെ മുതലുണ്ടായിരുന്നു കേട്ടോ പണ്ട്. ഞങ്ങളിപ്പോൾ മുതലിൻ്റെ ആ ഒരു തടത്തിലേക്കാണ് പോകാൻ പോകുന്നത്. സോ അവിടെ ഇപ്പം മുതലില്ലെന്നാണ് തോന്നുന്നത്. കാര്യം അത് ചത്തുപോയി. ഞങ്ങൾ പണ്ട് കണ്ട സമയത്ത് അത് അനങ്ങാൻ വയ്യാതെ കിടക്കുകയായിരുന്നു. സോ ഇതാണ് മുതലക്കുളം അവിടുത്തെ. സോ അത് ചത്തു പോയിട്ടുണ്ടാകും കേട്ടോ. നമ്മൾക്ക് അവിടെ കാണാനായിട്ട് പറ്റിയിരുന്നില്ല. സോ ബട്ട് അവരെല്ലാവരും കുറേ നേരം നോക്കുന്നുണ്ടായിരുന്നു. കാരണം അത് ആ ഒരു സ്കൂൾ സ്റ്റുഡൻസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പോകുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട്. സോ അവിടുന്ന് ആ കുട്ടികളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പം അത് കാണാൻ പറ്റിയില്ല. നെക്സ്റ്റ് നമ്മൾക്ക് കുറേ മീനുകളൊക്കെ കണ്ടു. അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇത് മലമ്പാമ്പിൻ്റെ പ്ലേസാണ് കേട്ടോ. അവിടെ കുറേ ആമയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഞാൻ ഇപ്പോൾ ഈ കാണുന്നത്. പിന്നെ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. മേലെ കിടക്കുന്നത് കണ്ടോ മലമ്പാമ്പ്, അതാണ് മക്കളെ മലമ്പാമ്പ് എന്ന് പറയുന്നത്. സോ ഒരു 2-3 എണ്ണമൊക്കെ ഒരുമിച്ച് കിടക്കുക എന്ന് പറയില്ലേ, ആ ഒരു സാധനമാണ് കിടക്കുന്നത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു അതൊക്കെ കാണാനായിട്ട്. നമുക്ക് നെക്സ്റ്റ് മൂവ് ഓൺ ടു രാജവെമ്പാല. അതേ നോക്കൂ, 2 പാമ്പുണ്ട് കേട്ടോ ഇവിടെ. ഇതാണ് എന്താ പറയുക, കണ്ടാൽ തന്നെ നമുക്ക് എന്താ കൈയെടുത്ത് തൊഴാൻ തോന്നും. അത്രയും നല്ല ഭംഗിയുള്ള പാമ്പാണെന്നൊക്കെ പറയാം. എന്താ പറയുക, എനിക്ക് പാമ്പിന് പേടിയാണ്. പക്ഷെ ഇത്രയും വർണ്ണിക്കാനായിട്ട് പറ്റുന്നത് അതിൻ്റെ ഒരു ഭംഗിയും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ് കേട്ടോ. അതിങ്ങനെ എഴഞ്ഞു പോണതും അതിൻ്റെ തല പൊക്കി പത്തി വിടർത്തി നിൽക്കുന്നതും ഒക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. സോ ഇതായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ ഫാമിലി ഔട്ടിങ്. സോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മൾ രാവിലെ 10:30 ആകുമ്പോൾ പോയതാണ്. വീട്ടിലെത്തിയത് ഏകദേശം ഒരു 5-5:30 ആയിട്ടോ. അത്രയ്ക്ക് നമുക്ക് ലാഗ് അടിച്ചു. കാര്യം മലമ്പുഴ ഫുള്ളായിട്ട് കണ്ടു. പിന്നെ നമ്മുടെ വണ്ടി പണി തന്നു, അതാണ് ഏറ്റവും വലിയത്. ഒരു 3 മണിക്കൂറൊക്കെ നമ്മളവിടെ സ്പെൻഡ് ചെയ്യേണ്ടത്. കഴിക്കും കാര്യങ്ങളൊക്കെ ചെയ്തത് അവിടെ നിന്ന് തന്നെയായിരുന്നു. സോ ബിരിയാണി ആയിരുന്നു നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അത്ര നന്നായിട്ടൊന്നുമില്ല, എന്നാലും കഴിച്ചിട്ടുണ്ടായിരുന്നത് ബിരിയാണിയാണ്. ആൻഡ് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. പിള്ളേരൊക്കെ കൂടെ ഉള്ളത് കൊണ്ട് കുറച്ച് സാധനങ്ങളും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഗൈസ്. ലവ് യു ഗൈസ് ഓൾ, ബൈ.